സത്യവാനും സാവിത്രിയും കഥ. പണ്ടുകാലത്ത് ദ്യുമത്സേനൻ എന്ന രാജാവിന് സത്യവാൻ എന്ന സദ്ഗുണസമ്പന്നനായ മകനുണ്ടായിരുന്നു. രാജാവ് കാഴ്ച നഷ്ടപ്പെട്ടതിനാൽ രാജ്യം നഷ്ടപ്പെട്ടു. അവർ കാട്ടിൽ ഒരു ലളിതജീവിതം നയിച്ചു. അപ്പോൾ രാജകുമാരിയായ സാവിത്രി തന്റെ ഭർത്താവായി സത്യവാനെ തിരഞ്ഞെടുത്തു. എന്നാൽ നാരദമുനി മുന്നറിയിപ്പ് നൽകി. സത്യവാൻ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനകം മരിക്കും. എന്നാൽ സാവിത്രി പിന്മാറിയില്ല. അവൾ സത്യവാനെ വിവാഹം ചെയ്തു. വിവാഹത്തിന് ഒരു വർഷം തികയുന്ന ദിവസം സത്യവാൻ കാട്ടിൽ വിറക്കെടുക്കാൻ പോയപ്പോൾ അപ്രതീക്ഷിതമായി നിലംപതിച്ചു. യമധർമ്മൻ വന്ന് അവന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ തുടങ്ങി. സാവിത്രി യമനെ പിന്തുടർന്നു. അവളുടെ ഭക്തിയും ബുദ്ധിയും കൊണ്ട് അവൾ യമനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. യമൻ അവൾക്ക് 3 വരങ്ങൾ നൽകി. പക്ഷേ സത്യവാന്റെ ജീവൻ ഒഴികെ. സാവിത്രി ബുദ്ധിപൂർവം പറഞ്ഞു, എനിക്ക് 100 പുത്രന്മാർ ഉണ്ടാകട്ടെ. യമൻ വരം നൽകി. അപ്പോൾ സാവിത്രി ചോദിച്ചു, ഭർത്താവില്ലാതെ എങ്ങനെ എനിക്ക് പുത്രന്മാർ ഉണ്ടാകും? അവളുടെ സത്യവും വിവേകവും കണ്ട് യമൻ അതിശയിച്ചു. അവൻ സത്യവാന്റെ ജീവൻ തിരികെ നൽകി. സത്യവാൻ ജീവിച്ചു എഴുന്നേറ്റു. ദ്യുമത്സേനൻ രാജാവിന് കാഴ്ച തിരികെ ലഭിച്ചു. രാജ്യം വീണ്ടെടുത്തു. സാവിത്രി ഭാര്യാഭക്തിയുടെയും ധൈര്യത്തിന്റെയും അമരപ്രതീകമായി. കഥയുടെ സന്ദേശം: സത്യം, സ്നേഹം, നിശ്ചയം എന്നിവയ്ക്ക് മരണത്തേക്കാൾ ശക്തിയുണ്ട്.